അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ. പ്രിയമുള്ള സഹോദരന്മാരെ, ഹജ്ജും ഉംറയും ചെയ്യുന്ന ആളുകൾ തവാഫ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഹജ്ജിൻ്റെയും ഉംറയുടെയും റുക്നിൽപ്പെട്ട ഒരു കാര്യമാണ് സഅയ് നടത്തുക എന്നുള്ളത്. സഅയ് ഹജ്ജിൻ്റെയും ഉംറയുടെയും റുക്നിൽപ്പെട്ട കാര്യമാകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസാണ് അതിനുള്ള തെളിവ്. അവർ പറഞ്ഞു, മാ അതമല്ലാഹു ഹജ്ജ ഇംരിഇൻ വലാ ഉംറതഹു ലം യത്ഫ് ബൈന സ്വഫാ വൽ മർവ. സ്വഫാ മർവക്കിടയിൽ സഅയ് ചെയ്തിട്ടില്ലാത്ത ഒരാളുടെ ഹജ്ജും ഉംറയും അള്ളാഹു പൂർത്തീകരിക്കുകയില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ഔ ഫഇന്നല്ലാഹ കതബ അലൈക്കുമുസ് സഅയ. നിങ്ങൾ സഅയ് ചെയ്യുക, കാരണം അള്ളാഹു നിങ്ങൾക്ക് സഅയ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നടത്തത്തിൻ്റെയും ഓട്ടത്തിൻ്റെയും ഇടയിലുള്ള വേഗതയോടുകൂടിയ നടത്തത്തിനാണ് സഅയ് എന്ന് പറയുക. സ്വഫയിൽ നിന്നായിരിക്കണം സഅയ് തുടങ്ങേണ്ടത്. സ്വഫ മലയിൽ എത്തുമ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെ, ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുക. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശാഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത വഅതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. തീർച്ചയായും സഫായും മർവയും മതചിഹ്നങ്ങളായി അള്ളാഹു നിശ്ചയിച്ചതിൽപ്പെട്ടതാകുന്നു. കാബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്ന ഏതൊരാളും അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ കുറ്റമൊന്നുമില്ല. ആരെങ്കിലും സൽക്കർമ്മം സ്വയം സന്നദ്ധനായി ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹു കൃതജ്ഞനും സർവജ്ഞനുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്തത് ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചപ്പോൾ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫ മലയുടെ അടുത്തെത്തിയപ്പോൾ ഇപ്രകാരം പാരായണം ചെയ്തിരുന്നു. ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബ്ദഉ ബിമാ ബദ അല്ലാഹു ബിഹി. അള്ളാഹു ആരംഭിച്ചത് കൊണ്ട് ഞാനും ആരംഭിക്കുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫ മലയിൽ കയറി കഅബക്ക് നേരെ തിരിഞ്ഞു നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുകയുണ്ടായി. ശേഷം സഫാ മലയിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജദ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഅദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം 3 പ്രാവശ്യം പറയുകയുണ്ടായി. ഓരോ പ്രാവശ്യത്തിനുമിടയിൽ അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നാമും ഇപ്രകാരം ചെയ്യുകയും അവിടെ നിന്നുകൊണ്ട് ധാരാളം പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിനുശേഷം അവിടെ നിന്നിറങ്ങി മറവയിലേക്ക് നടക്കണം. പച്ച നിറം കൊണ്ട് അടയാളമിട്ട സ്ഥലത്ത് പുരുഷന്മാർ വളരെ വേഗത്തിൽ നടക്കണം. സ്ത്രീകൾക്ക് അത് ബാധകമല്ല, നടത്തം ബാധകമല്ല. ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ മറവയിലെത്തുന്നത് വരെ നടക്കുക. ഏകദേശം 450 മീറ്ററാണ് അവിടേക്കുള്ള ദൂരം. ഈ നടത്തത്തിൽ പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാവുന്ന ഏതു പ്രാർത്ഥനകളും ദിക്റുകളും നിർവഹിക്കാവുന്നതാണ്. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ്. തവാഫിൻ്റെ ഭാഗത്ത് പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് ധാരാളം പ്രാർത്ഥിക്കുക. സഫയിൽ നിന്ന് മറവയിലെത്തിയാൽ ഒരു സഅയ് പൂർത്തിയായി. മറവയിലെത്തിയാൽ അവിടെ നിന്നുകൊണ്ട് സഫയിൽ നിർവഹിച്ച ദിക്റുകൾ അതേപോലെ നിർവഹിക്കുകയും നേരത്തെ ചെയ്തതുപോലെ പച്ച നിറം കൊണ്ട് അടയാളമിട്ട സ്ഥലത്ത് പുരുഷന്മാർ വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യണം. ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ സ്വഫയിലെത്തുന്നവരെ ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും നിർവഹിച്ചുകൊണ്ട് നടക്കേണ്ടതാണ്. മറവയിലെത്തിയാൽ 2-ാമത്തെ സഅയ് പൂർത്തിയായി. ഇങ്ങനെ 7 സഅയ് പൂർത്തിയാക്കണം. സഅയിൻ്റെ ആരംഭത്തിൽ സഫയിൽ നിന്നുകൊണ്ടും മറവിൽ നിന്നുകൊണ്ടും കഅബക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ദിക്റുകൾ ചൊല്ലാൻ മറന്നു പോകരുത്.
സഅയ് ചെയ്യുന്നതിനിടയിൽ ഉളു മുറിഞ്ഞാൽ സഅയ് നിർത്തിവെക്കേണ്ടതില്ല. കാരണം സഅയിന് ഉളു നിർബന്ധമില്ല. ദാഹിക്കുകയോ ക്ഷീണിക്കുകയോ ചെയ്താൽ വെള്ളം കുടിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വിരോധമില്ല. തദവസരത്തിൽ പൂർത്തിയാക്കിയ എണ്ണം പരിഗണിക്കാവുന്നതും ബാക്കിയുള്ളത് നിർവഹിക്കുകയും ചെയ്താൽ മതിയാവുന്നതാണ്. സഅയിൻ്റെ ഇടയിൽ നമസ്കാരത്തിനുള്ള ഇഖാമത്ത് കേട്ടാൽ ഉടനെ നമസ്കാരത്തിൽ പ്രവേശിക്കുകയും നമസ്കാരാനന്തരം സഅയ് ബാക്കിയുള്ളത് പൂർത്തിയാക്കേണ്ടതുമാണ്. ഇപ്രകാരമാണ് സഅയുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ഹജ്ജിലും ഉംറയിലും സഅയ് എപ്രകാരമാണോ സഫാ മർവകളിലെ നടത്തം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത് അപ്രകാരം നിർവഹിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.